ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. ഇപ്പോൾ വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. രാവിലെ നമുക്ക് റിലേഷൻഷിപ്പ് മാസ്റ്റർ വെബിനാറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ എങ്ങും പോകാൻ പറ്റിയില്ല. അങ്ങനെ വെബിനാറൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്നൊരു പവർ നാപ്പ് എടുത്തു, ഒന്ന് റെസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എവിടെയാണ് പോകുന്നതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല, ജസ്റ്റ് നമ്മൾ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ടീച്ചർ അമ്മയ്ക്കിപ്പം വായോ. എങ്ങോട്ടാ പോവാൻ പോകുന്നത്? ഹായ്, നമ്മൾ കൊല്ലത്തോട്ട് പോകാൻ. യെസ്, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ടൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് സന്തോഷിച്ചാണ് ഞങ്ങളുടെ യാത്ര. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം, മനസ്സിങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നൊരു ഫീലാണ് കേട്ടോ. മഴയാവുമ്പോഴത്തേക്ക് അമ്മ എന്തോ കഥ പറയാറുണ്ടല്ലോ. അതെന്ന് വെച്ച് കഴിഞ്ഞാലേടാ, നമ്മള് ആദ്യം നമുക്ക് ഉണ്ടായിരുന്നത് ഒരു ബൈക്കായിരുന്നു. അപ്പൊ അന്ന് ദൂരെയൊക്കെ പോകുമ്പോ അടൂര് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ഒക്കെ നമ്മൾ പോകുമ്പം ബൈക്കിലായിരുന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ അടൂര് പോയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് മഴ പെയ്ത്, ചേട്ടൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയിരുന്നു. മഴ പെയ്തിട്ട് ഞങ്ങളൊരു കടത്തിന്റെ കയറി നിന്ന്. കാര്യം അന്ന് നമുക്ക് കാറൊന്നും ഉണ്ടായിരുന്നില്ല. എത്ര വർഷമാവും ചേട്ടാ? ഒരുപാട് വർഷം, 10-15 വർഷം മുമ്പേ. അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ കടത്തിണ്ടയിൽ നിന്നിട്ട് നമുക്കൊരു കാറുണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സമയമുണ്ട്. അപ്പൊ അന്ന് ചേട്ടന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു കാറിനകത്ത് താല് സെ താല് മില, താല് സെ താല് മില. അപ്പൊ ആ പാട്ടൊക്കെ ഇട്ട്, അതുപോലെ പിന്നെ ആ പാട്ടിട്ട് ചെറിയ ചാറ്റൽ മഴ, ആ ഒരു വൈബിൽ ഇങ്ങനെ പോണോന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് മേടിച്ച കാറെന്ന് പറയുന്നത് സെന്നാണ് കേട്ടോ. പിന്നെ സെൻ നമ്മൾ വാങ്ങിച്ചു. അവിടെ നിന്ന് പിന്നീടാണ് നമ്മൾ ബലേനോ മാനിഫെസ്റ്റ് ചെയ്തതും. ഇപ്പോൾ BMW പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ദൈവത്തോട് അങ്ങേറ്റം ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണ്. അന്നൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്ന കാര്യമല്ല, BMW ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കേട്ടോ. സ്വപ്നം കാണുക, വലിയ വലിയ സ്വപ്നം കാണുക. ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മ ഓർത്താണ്, അച്ഛനും ഓർത്താണ് ഒരു കാർ മേടിക്കണമെന്നല്ലേ. ആ കാറിൽ നിന്ന് ഒറ്റയടിക്കുന്ന വെച്ചാൽ ഇത്ര വർഷങ്ങൾ എടുത്താലും ടൈം എടുത്തെങ്കിൽ പോലും ഒരു BMW മഴയത്ത് പോകുന്ന സുഖം എങ്ങനെ ടച്ചാ? സൂപ്പർ സൂപ്പർ. പാട്ട് കൊട്ടാലോ, താൽസ താൽമല പാട്ട് കൊട്ടാലോ, പൊളിക്കൂലേ? കറക്റ്റ് വൈബാണ്. ഇതുപോലുള്ള മഴ പാട്ട് നല്ല വൈബ്. മഴ, BMW, താലിസ താലുമില പാട്ട് അടിപൊളി. മഴ ചെയ്തപ്പോഴാണ് എനിക്ക് ആ പഴയ കഥ ഓർമ്മ വന്നത്. അതാണ് ഞാൻ. അതെ അതെ, നമ്മള് കൊല്ലത്ത് പോയിട്ട് അണ്ണനും അമ്മലും ഡ്രസ്സ് എടുക്കണോന്ന് വിചാരിക്കുന്നുണ്ട്. കുറെ ദിവസമായി ഡ്രസ്സ് എടുത്തിട്ട് രണ്ടുപേരും ഡ്രസ്സൊന്നും ഇല്ലേ, ചെറുതായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർക്ക് ഡ്രസ്സും കൂടെ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോ ഒന്ന് ഷെഫ് പിള്ളയുടെ റെസ്റ്റോറന്റിൽ പോയിട്ട്, ഒരു പുതിയ റെസ്റ്റോറന്റ് എന്തോ കൊല്ലത്ത് തേവള്ളിയിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ നമുക്ക് അവിടെ പോകണം, ഫുഡ് കഴിക്കണം. അതൊക്കെയാണ് അടുത്ത പ്ലാനുകൾ. പിന്നെ നോക്കാം, പോക നമുക്ക് എന്തൊക്കെ ഐഡിയാസ് വരുന്നത് അതൊക്കെ ചെയ്യുന്ന. ഇച്ചിരി ലേറ്റ് ആയി ഇറങ്ങിയപ്പോ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. എല്ലാ ഞായറാഴ്ചയും പുറത്തുപോയി ശീലിച്ചിപ്പോൾ ഒരു ഞായറാഴ്ച പോലും പുറത്തു പോവാതിരിക്കാൻ പറ്റുന്നില്ലെന്നായി. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചായ കുടിച്ചില്ല, ചായ കുടിക്കണ്ടേ? നമുക്ക് തട്ടുകടയിലോട്ട് നോക്കാം, തട്ടുകട ചായ. അങ്ങനെ നമ്മൾ പള്ളിമുക്കിലെത്തിയപ്പോൾ നല്ല വൈബുള്ളൊരു ചായക്കട ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്നുക്കുട്ടിയെ മേടിച്ചപ്പോൾ നമുക്കൊരു കുട കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കുടയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാണ്. നല്ല ചാറ്റൽ മഴയത്ത് നല്ല സൂപ്പർ ചൂട് ചായയും പക്കോടയൊക്കെ കഴിക്കാൻ ഭയങ്കര രസമാണല്ലേ. ഹിന്ദിക്കാർക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. മഴ പെയ്തു കഴിഞ്ഞാൽ അവർക്ക് ചായ പക്കോട മസ്റ്റാണ്. അങ്ങനെ ആ കടയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ മാങ്ങ അയാൾ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മാങ്ങയുടെ പേര് മുതലമൂക്കെന്നോ അങ്ങനെ എന്തോ ആണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എടുത്തില്ലേ, തണ്ണിമത്തനോട് എടുക്കാം. RK വെഡിങ് മാളിലേക്ക് പോവാണ് ഡ്രസ്സ് മേടിക്കാനായിട്ട്. ഈ ഇടയ്ക്ക് ആരായിരുന്നു കേട്ടോ ഇത് ഉദ്ഘാടനം ചെയ്ത? വിക്രം. ഓക്കെ, കുറച്ച് മഴച്ചാറ്റലുണ്ട്. അപ്പം നമുക്ക് RKയിലേക്ക് പോവാം. RK വെഡിങ് മാൾ.
അമലിക്കുട്ടൻ ഇപ്പം നേരത്തെ തന്നെ കാട്ടി പൊക്കം വെച്ചല്ലോ, അപ്പോൾ അവന് പഴയ ഡ്രസ്സുകളൊക്കെ ചെറുതായി. അപ്പോൾ കുറേ ദിവസമായി കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഡ്രസ്സ് മേടിക്കാമെന്ന് ഓർത്ത് വന്നത്. അപ്പോൾ കാർ പാർക്കിങ്ങിലേക്ക് ചെന്നപ്പോൾ നമുക്ക് അതിൻ്റെ മുകൾ ഭാഗം തട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം പൊന്നുകുട്ടിക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് പറ്റി. പൊന്നുകുട്ടിയെ പാർക്ക് ചെയ്ത ശേഷം പിന്നെ നേരെ നമ്മൾ ഷോപ്പിനുള്ളിലേക്ക് കയറി. ആദ്യം കണ്ണമോൻ്റെ ഡ്രസ് സെഷനിലേക്കാണ് പോയത്. അവന് ഷർട്ടും ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസും ഒക്കെ മേടിക്കണമായിരുന്നു. കുറേയൊക്കെ ഇട്ട് നോക്കി, ചില കളറൊന്നും അവന് അത്ര ചേരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഡാർക്ക് കളേഴ്സ് എടുക്കും, നിനക്ക് ആ കളേഴ്സ് ആയിരിക്കും ചേരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ മേടിച്ചതിന് ശേഷം പിന്നെ അമലുക്കുട്ടൻ്റെ ഡ്രസ് സെക്ഷനിലേക്ക് പോയി. അവൻ ആഗ്രഹിച്ചതുപോലെയുള്ള കുറേ നല്ല ഡ്രസ്സുകൾ മേടിക്കാനായിട്ട് പറ്റി. ഇത്തവണ ഞാനും ചേട്ടനും ഡ്രസ്സ് എടുത്തില്ല കേട്ടോ. ഇനിയിപ്പം സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ അല്ലേ, ഇപ്പോൾ 2 പേർക്കും കുറേ ഡ്രസ്സുകളൊക്കെ വേണമല്ലോ. അങ്ങനെ അവർക്ക് 2 പേർക്കും എടുത്തു കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ അവിടുത്തെ. എപ്പോഴും നമ്മുടെ കൂടെ അവർ നിന്ന് ഓരോന്നൊക്കെ എടുത്തു തരാനും, ചില കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടില്ല. ഇവിടെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഷെഫ് പിള്ളയുടെ കൊല്ലത്തുള്ള മീൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല ചാറ്റൽ മഴയത്ത് കായലിന് തീരത്തുള്ള ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സ് എന്തെന്നില്ലാത്ത ആഹ്ലാദം. ശരിക്കും പറഞ്ഞാൽ ഈയിടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയിലാണ് പിന്നെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിഞ്ഞത്. ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പേ സ്റ്റാർട്ടായ റെസ്റ്റോറൻറ്റാണ് അത്രേ. ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പോൾ ഏതൊരു ഗ്രൂപ്പിൽ ചേട്ടന് വന്നപ്പോഴാണ് ചേട്ടൻ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് അറിയുന്നത്. എന്നാന്ന് പോയി നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപാര വൈബ് കേട്ടോ, രാത്രിയിൽ അപാര വൈബ്. ശരിക്കും ഉച്ചയ്ക്കായിരുന്നു ഇവിടെ വരേണ്ടത്. ഇനി ഒരു ദിവസം നമുക്ക് ഉച്ചയ്ക്ക് പോകാം കേട്ടോ. ഉച്ചയ്ക്ക് പോയിട്ട് സീ ഫുഡ് എൻജോയ് ചെയ്യണം. ഇവിടുത്തെ സീ ഫുഡ് സൂപ്പറാണെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞാനിങ്ങനെ അവിടെ നോക്കുമായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ആ കണ്ണാടിയിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയുണ്ടോ, ശരിക്കും ഒരുപാട് സീറ്റിംഗ് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ കായലിൻ്റെ തീരത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും സീറ്റ് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അകത്തിരുന്ന് കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യുകയാണ്. ആ റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഏത് ഫുഡ് ഓർഡർ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ഡ്രിങ്ക്സ് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ ക്രിക്കറ്റ് ബാറ്റിൻ്റെ മോഡലിലുള്ള ഒരു ബാറ്റ്, ചെറിയൊരു ബാറ്റ്, മിനിയേച്ചർ ബാറ്റ് നമ്മുടെ കയ്യിലേക്ക് തന്നിട്ട് അതിനകത്ത് എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു. കുഞ്ഞക്ഷരം കണ്ണാടി വെക്കാത്തതുകൊണ്ട് എനിക്ക് ചുവരെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ പ്ലേറ്റ് കണ്ടോ, മീൻ ബൈ ഷെഫ് പിള്ള എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ എൻ്റെ ഗൈസ് എന്താ പറയേണ്ടതെന്നറിയില്ല, എന്തോ ഒരു വൈബാന്ന് നോക്കി. ഒരു രക്ഷയില്ലാത്ത വൈബാണ് കേട്ടോ. കുറച്ച് നേരം അവിടേക്കൊന്ന് നിന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ആ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ് കേട്ടോ. എപ്പോഴെങ്കിലും നിങ്ങൾ കൊല്ലത്ത് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. അങ്ങനെ സൂപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൂപ്പ് ഞങ്ങൾ കുടിച്ച് നോക്കിക്കൊള്ളാം. അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സൂപ്പ് തന്നെയായിരുന്നു. അവിടെ ഇങ്ങനെ ലൈവായിട്ട് അപ്പവും നൂൽ പൊറോട്ടയും അതും ഇതൊക്കെ ഇങ്ങനെ ലൈവായിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്ലേറ്റിങ്ങും ഒക്കെ സൂപ്പറായിരുന്നു. ഇത് കൊല്ലം ഫ്രൈഡ് ചിക്കനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതിൻ്റെ മുകളിൽ ഇങ്ങനെ പപ്പടമൊക്കെ വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. കഴിച്ച് നോക്കിയപ്പോൾ സൂപ്പർ, ഒരു രക്ഷയില്ലാത്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ പയ്യനോട് ഞങ്ങൾ ചോദിച്ചു ഇത്ര നാളായി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു വെച്ചപ്പോൾ ഒരു 7 to 8 months ആയി മാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു യൂട്യൂബർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് അതിനുശേഷം ചാനലിൽ വീഡിയോ ഇടുമ്പോൾ കയറി നോക്കാമെന്നൊക്കെ പറഞ്ഞു. കൊല്ലം ഫ്രൈഡ് ചിക്കൻ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്തി നൂൽ പൊറോട്ട ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ നൂൽ പൊറോട്ട കഴിക്കുന്നത്. സാധാരണ പൊറോട്ട തന്നെ, പക്ഷെ അതിങ്ങനെ വളരെ സോഫ്റ്റായിട്ട് നൂല് പോലെ ഇരിക്കുന്നതാണ്. ഇത് കണ്ടോ എന്ത് സോഫ്റ്റാന്ന് നോക്കി. കഴിക്കാനും അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറ്റിക്കാട്ടിൽ പോത്ത് ഫ്രൈ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പോത്ത് ഫ്രൈ ഒക്കെ കേൾക്കുന്നത്. പിന്നെ ചിക്കൻ എന്തോ ഒരു വായിക്കൊള്ളാത്ത പേര് പറഞ്ഞ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഗൈസ്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊല്ലം ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നല്ല കരിയേപ്പിലേക്ക് ഇട്ട് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ലേ, ആ ഒരു ടേസ്റ്റ്. അതുപോലെ അവരുടെ സർവീസിങ്ങും സൂപ്പറായിരുന്നു കേട്ടോ. നമുക്ക് ചില റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇവിടെ വരണം എന്നൊരു ഫീല് വരത്തില്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും തോന്നി ഇനി ഒരു ദിവസം ഉച്ചയ്ക്ക് വരണം. ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽസ് എന്തൊക്കെയാണ്, ഫിഷ് നിർവാണ, അത് ഷെഫ് പിള്ളയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളതാണ്. അങ്ങനെ അപ്പം, നല്ല ചൂടപ്പം, ആവി പറക്കുന്ന അപ്പം കൊണ്ടു തന്നു. അതും നമ്മൾ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി വരുമ്പോൾ ഫിഷ് നിർവാണയൊക്കെ ഉച്ചയ്ക്ക് വന്ന് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഈ ക്ലാസ്സിൻ്റെയൊക്കെ തിരക്കുകൾ കൊണ്ട് ഉച്ചയ്ക്ക് ഇറങ്ങുന്ന കാര്യം കുറച്ച് പാടാണ്. ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഡ്രിങ്ക്സും സൂപ്പറായിരുന്നു. അതിന് മുകളിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സൺഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഡിന്നറാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയത്. നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോവുക, പല പല ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ട്രാവൽ ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ പുറത്തൊക്കെ പോവുക, ഫാമിലിക്കൊപ്പം ചില്ല് ചെയ്യുക, എൻജോയ് ചെയ്യാം. കാരണം ഇതൊക്കെ നമുക്ക് വളരെ നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള മെമ്മറീസാണ് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, മാഡം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വേറെ ആരോ പറഞ്ഞത്രേ ഇത് ഞാൻ യൂട്യൂബറാണെന്ന്. അങ്ങനെ പുള്ളി നമ്മുടെ ചാനലൊക്കെ എടുത്ത് നോക്കി സബ്സ്ക്രൈബ് ചെയ്ത സന്തോഷം എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ ചുറ്റി നടന്ന് കാണുമായിരുന്നു. നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ കണ്ടോ, ഞാൻ ശരിക്കും ഇത്രയും വലിയ റെസ്റ്റോറൻ്റ് ആയിരിക്കുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയൊക്കെ ഒരുപാട് മേലെയായിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റ്. മീൻ ബൈ ഷെഫ് പിള്ള എന്നാണ് ഇതിൻ്റെ പേര്. നിങ്ങൾ എപ്പോഴെങ്കിലും കൊല്ലത്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണേ. എങ്ങനെ ഉണ്ടായിരുന്നു മീൻ ബൈ ഷെഫ് പിള്ള? സൂപ്പർ, അടിപൊളി വൈബ്, സൂപ്പർ ഫുഡ്, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. കൊല്ലത്ത് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ തീർത്തും തേവള്ളി വരിക. തേവള്ളി വന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഷെഫ് പിള്ള മീൻ ബൈ ഷെഫ് പിള്ള, മീൻ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഉഗ്രമായി പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വ്ളോഗിലൂടെ കാണാം. ടാറ്റ, ബൈ ബൈ, ലവ് യു.